യാത്രകൾ പോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും നല്ല യാത്രകളും നല്ല കാഴ്ചകളുമുള്ള സിനിമകൾ ഇഷ്ടമാണ്. അത്തരത്തിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെ പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഒന്നും മടിച്ചു നിൽക്കുന്നവരെ യാത്രകൾ പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നതും കൂടാതെ ചില വ്യത്യസ്ത യാത്രകളുടെ കഥ പറയുന്നതുമായ ഒരുപിടി സിനിമകളാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. 10 ഹോളിവുഡ് സിനിമകളും 5 ഫോറിൻ സിനിമകളുമാണ് ഈ ലിസ്റ്റിലുള്ളത്. വീഡിയോയുടെ അവസാനം 5 ബോണസ് സിനിമകളുമുണ്ട്. യാത്ര എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഇൻടു ദ വൈൽഡ് തന്നെയാവും. ട്രാവലേഴ്സിൻ്റെ ഇടയിൽ ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാജുവേഷന് ശേഷം തൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് കാടിനോട് ചേർന്ന് ജീവിക്കാൻ അലാസ്കയിലേക്ക് പോകുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് ഈ സിനിമ. ഒരു യഥാർത്ഥ വ്യക്തിയുടെ ജീവിത കഥയാണ് ഇതെന്നുള്ളത് ഈ സിനിമയുടെ ആഴം കൂട്ടുന്നു. ഈ ലിസ്റ്റിലെ ഒരു സിനിമയും കണ്ടില്ലെങ്കിലും ഈ സിനിമ കാണാതിരിക്കരുത്. ഇൻടു ദ വൈൽഡിൻ്റെ ഒരു മൂഡ് നമുക്ക് തരുന്ന സിനിമകൾ അതിനു മുമ്പും ശേഷവും വന്നിട്ടുണ്ട്. അതിൽ തീർച്ചയായും എടുത്തു പറയേണ്ട ചിലതുണ്ട്. അതിൽ ഏറ്റവും സാമ്യം തോന്നിയത് വൈൽഡ് എന്ന സിനിമയോടാണ്. റീസ് വിതർസ്പൂൺ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സിനിമ ഒരു ഹൈക്കിംഗ് യാത്രയെക്കുറിച്ചുള്ളതാണ്. തൻ്റെ ഡിവോഴ്സിന് ശേഷം ഷെറിൽ എന്ന സ്ത്രീ ഒരു ഹൈക്കിങ്ങിന് പുറപ്പെടുന്നു. 1700 കിലോമീറ്റർ ദൂരമുള്ള PCTയിലൂടെയുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ഹൈക്കിംഗ് ആണ് അവർ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഈ യാത്രയും ഇടയ്ക്ക് അവരുടെ ഫ്ലാഷ് ബാക്കും കൂടി ചേർന്ന് നമ്മെ പിടിച്ചിരുത്തുന്ന ഒരു ഇമോഷണൽ ഡ്രാമ സിനിമ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു പരിധിവരെ ഇതേ കഥ പറയുന്ന സിനിമയാണ് ദ വേ. ഇതുപോലൊരു യാത്രയ്ക്കിടെ മരിച്ചുപോയ തൻ്റെ മകൻ്റെ യാത്ര പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ്റെ കഥ പറയുന്ന സിനിമയാണ് ദ വേ. ഒറ്റയ്ക്കുള്ള യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് ഈ സിനിമകൾ വലിയ ആശ്വാസവും പ്രചോദനവും നൽകും. ഈ സിനിമകളെല്ലാം പറയുന്നത് യാത്രയുടെ പ്രാധാന്യവും അവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുമാണ്. ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല മൂല്യങ്ങളും ഈ സിനിമകൾ കണ്ടെത്താൻ സഹായിക്കും. യാത്രകൾ കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പറയുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തൊരു സിനിമയാണ് ദ മോട്ടോർസൈക്കിൾ ഡയറീസ് എന്ന സ്പാനിഷ് സിനിമ. ചെഗുവേര അദ്ദേഹത്തിൻ്റെ പഠനം കഴിഞ്ഞ ഉടനെ സുഹൃത്തിനൊപ്പം നടത്തിയ ലാറ്റിൻ അമേരിക്കയിലൂടെയുള്ള മോട്ടോർ സൈക്കിൾ സഞ്ചാരമാണ് കഥ. ആ യാത്ര അദ്ദേഹം നടത്തിയില്ലായിരുന്നെങ്കിൽ പിന്നീട് ഒരു ജനതയുടെ തന്നെ വിപ്ലവ പോരാളിയായി അദ്ദേഹം മാറുകയില്ലായിരുന്നു. അത്രയും വീക്ഷണങ്ങളാണ് ആ യാത്ര അദ്ദേഹത്തിന് നൽകിയത്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസിക് സിനിമ. ഇതുപോലെ തന്നെ 2 സുഹൃത്തുക്കൾ ചേർന്ന് പോകുന്ന യാത്രയുടെ കഥയാണ് എ വാക്ക് ഇൻ ദ വുഡ്സ്. ഒരു എഴുത്തുകാരനും അയാളുടെ സുഹൃത്തും ചേർന്ന് നടത്തുന്ന ഒരു സാഹസികമായ ഹൈക്കിങ്ങിൻ്റെ കഥയാണിത്. ഇതും ഒരു യഥാർത്ഥ കഥ തന്നെയാണ്. ഇവർ രണ്ടുപേരും തങ്ങളുടെ വാർദ്ധക്യത്തിലാണ് എന്നത് സിനിമയുടെ ത്രില്ല് കൂട്ടുന്നു. ഒരല്പം കോമഡിയുടെ അകമ്പടി സിനിമയ്ക്കുള്ളത് കൊണ്ട് ഒട്ടും വിരസതയില്ലാതെ കാണാം. ഒരല്പം ഫാൻറ്റസി മൂഡിൽ പോകുന്ന സിനിമയാണ് ദ ബീച്ച്. തായ്ലാൻഡിലെത്തിയ റിച്ചാർഡ് എന്ന യുവാവ് തനിക്ക് കിട്ടുന്ന ഒരു മാപ്പിൽ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ദ്വീപിലേക്കുള്ള വഴി കാണുന്നു. ശേഷം റിച്ചാർഡും 2 സുഹൃത്തുക്കളും ചേർന്ന് അങ്ങോട്ട് നടത്തുന്ന സാഹസിക യാത്രയും അവിടെ അവരെ കാത്തിരിക്കുന്ന കാഴ്ചകളുമാണ് സിനിമയുടെ കഥ. ഇതും ഒരു തരത്തിൽ ഒരു സോളോ ട്രാവൽ മൂഡ് തരുന്ന സിനിമയാണ്. ലിയനാർഡോ ഡിക്കാപ്രിയോയുടെ വളരെ അണ്ടർ റേറ്റഡ് സിനിമയാണിത്. ഇനി പറയാൻ പോകുന്നത് കുറച്ച് ഹാപ്പി മൂഡ് എൻജോയ്മെൻറ്റ് സിനിമകളാണ്. ആദ്യം ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി. ഒരു സിനിമ കണ്ട് ലോകം മൊത്തം ചുറ്റണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഈ സിനിമയാകും. ഒരു മാഗസിനിൽ ജോലി ചെയ്യുന്ന വാൾട്ടർ മിറ്റിക്ക് ഒരു ഫോട്ടോഗ്രാഫർ അയച്ചു കൊടുത്ത ഫോട്ടോകളിൽ ഒരു ഫോട്ടോയുടെ നെഗറ്റീവ് മിസ്സിംഗ് ആണ്. അത് തേടി വാൾട്ടർ മിറ്റി നടത്തുന്ന സാഹസിക യാത്രയാണ് സിനിമ. ഒരുവിധം എല്ലാ എക്സ്ട്രീം കണ്ടീഷനിലും വാൾട്ടർ യാത്ര ചെയ്യുന്നുണ്ട്. സിനിമയിലെ വിഷ്വൽസ് ശരിക്കും നമ്മളെ അവിടെ എത്തിക്കും. ഇതൊരു നല്ല ഫീൽ ഗുഡ് കോമഡി മൂവി കൂടിയാണ്. അടുത്തത് ദ ബക്കറ്റ് ലിസ്റ്റ്. മരണത്തിന് കീഴടങ്ങാൻ ഇനി 6 മാസം കൂടി ബാക്കിയുള്ളൂ എന്നറിയുന്ന 2 പേർ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നടത്തുന്ന യാത്രയാണ് ദ ബക്കറ്റ് ലിസ്റ്റ്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട പല കാര്യങ്ങളും സിനിമയിലുണ്ട്. അതുകൊണ്ട് ഈ സിനിമ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ എന്തായാലും വേണം. ഒന്നുമില്ലെങ്കിൽ ജാക്ക് നിക്കോൾസൻ്റെയും മോർഗൻ ഫ്രീമാൻ്റെയും മത്സരിച്ചുള്ള അഭിനയമെങ്കിലും കാണാം. എനിക്ക് പേഴ്സണലി പ്രിയപ്പെട്ട ഒരു സിനിമയാണ് ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ. ഇതിലും യാത്ര ഒരു വലിയ ഭാഗമാണ്. 2 കാരണങ്ങളാൽ യാത്ര ചെയ്യുന്നവർ. ഒരാൾ രക്ഷ തേടിപ്പോകുന്നു, മറ്റേയാൾ ആഗ്രഹം തേടിപ്പോകുന്നു. യാത്ര എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് ആവണമെന്നില്ല. എന്നാൽ ഏത് യാത്രയിലെയും ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കാൻ ഈ സിനിമ നമ്മെ പഠിപ്പിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ഉറപ്പാണ്. ഇനി ചില സിനിമകളുണ്ട്. യാത്ര അത്രമേൽ കഥയിൽ ചേർന്നിരിക്കുന്നത് കൊണ്ട് അവ നമുക്കൊരു ട്രാവൽ മൂവിയായി കാണാൻ കഴിയില്ല. അതിൽ ആദ്യം പറയേണ്ടത് ബിഫോർ ട്രിലോജി തന്നെയാണ്. മൊത്തം 3 സിനിമകൾ: ബിഫോർ സൺറൈസ്, ബിഫോർ സൺസെറ്റ്, ബിഫോർ മിഡ്നൈറ്റ്. വിയന്ന, പാരീസ്, ഗ്രീസ് എന്നീ നഗരങ്ങളുടെ സൗന്ദര്യം കാണിച്ചു തരുന്ന സിനിമകൾ. ആ നഗരങ്ങളുടെ ഭംഗി ആസ്വദിക്കണോ അതോ അവരുടെ പ്രണയം ആസ്വദിക്കണോ എന്ന സംശയത്തിലാവും എപ്പോഴും പ്രേക്ഷകർ. ക്യാമറ പ്രേക്ഷകൻ്റെ കണ്ണുകളാവുന്ന ചുരുക്കം ചില സിനിമകളിൽ ഉൾപ്പെടും ഇവ 3ഉം. ഇതുപോലെ പ്രണയത്തിന് പ്രാധാന്യം നൽകുന്ന എന്നാൽ അതിനോടൊപ്പം യാത്രയുടെ എല്ലാ ആവേശവുമുള്ള സിനിമയാണ് ഇൻ ജൂലൈ. ഇതൊരു ജർമ്മൻ റോഡ് മൂവിയാണ്. ജൂലി എന്ന പെൺകുട്ടിയും അവൾക്ക് ക്രഷുള്ള ഒരു അധ്യാപകൻ ചേർന്ന് കാറിൽ നടത്തുന്ന യൂറോപ്പ് യാത്രയാണത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ജൂലി എന്ന പെൺകുട്ടിയും ഈ സിനിമയും ഒരേപോലെ മിസ് ചെയ്യും. ഇവരുടെ ഈ യാത്രയിൽ നമ്മളും കൂടെയുണ്ട് എന്നൊരു പ്രതീതി തരാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ ഉള്ള എന്ന് കണ്ടാലും ഒരേ ഫ്രഷ്നസ് നൽകുന്ന ഒരു ചെറിയ സിനിമ. ഇനി ടീനേജ് പിള്ളേരുടെ ഒരു യാത്രയുടെ സിനിമ വൈത്തു മാമ താമ്പിയൻ. 17 വയസ്സുള്ള 2 ഉറ്റ സുഹൃത്തുക്കളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെയും ചെറുപ്പത്തിൻ്റെ ആവേശത്തിൻ്റെയും കഥയാണ് ഈ സ്പാനിഷ് മെക്സിക്കൻ സിനിമ പറയുന്നത്. ഇവർ തങ്ങളെക്കാൾ മുതിർന്നൊരു സ്ത്രീയെ പരിചയപ്പെടുകയും അവരെ ഒരു ബീച്ച് കാണിക്കാൻ കാറിൽ ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ടും ചെറിയ പിണക്കങ്ങളും എല്ലാം ചേർന്ന ഒരു കിടിലൻ അനുഭവം സിനിമ നൽകും. ഒരു ഗംഭീര ക്ലൈമാക്സും സിനിമയ്ക്കുണ്ട്. യാത്രകൾക്ക് എപ്പോഴും നമ്മൾ കാണുന്ന ഈ മനോഹാരിത ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ അത് അതിജീവനത്തിൻ്റെ യാത്ര കൂടിയാകാം. അതിനാൽ അത്തരം ചില സിനിമകൾ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിൽ ആദ്യം ഗ്രീക്ക് സിനിമയായ ജാം എന്ന പെൺകുട്ടി തൻ്റെ അമ്മാവൻ്റെ പഴയ ഒരു ബോട്ടിൻ്റെ സ്പെയർ പാർട്സ് വാങ്ങാൻ ഒരു യാത്ര പോകുന്നു.
യാത്രയിൽ അവരിൽ എന്ന മറ്റൊരു പെൺകുട്ടിയെയും കാണുന്നു. അവൾക്ക് ഗ്രീക്ക് ഭാഷ അറിയില്ല, പോരാത്തതിന് പാസ്പോർട്ടുമില്ല. പിന്നീടുള്ള ഇവരുടെ ഒരുമിച്ചുള്ള യാത്രയാണ് കഥ. ഇത് രണ്ട് മൈൻഡ് സെറ്റുള്ള രണ്ട് അവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ കോൺട്രാസ്റ്റ് നമുക്ക് കാണാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ സംഗീതമാണ്. അതിന് രാഷ്ട്രീയമുണ്ട്. സിനിമ കണ്ടു തീർന്നാലും ആ സംഗീതം നിങ്ങളെ വിട്ടു പോയില്ല. അടുത്തത് ഈ ലിസ്റ്റിലെ ഏറ്റവും പുതിയ സിനിമ, ഈ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ നേടിയ സിനിമ, നോമാഡ് ലാൻഡ്. സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെയാണ് നോമാഡ്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് സ്ഥിരമായ ഒരു വീടുണ്ടാകില്ല. മിക്കപ്പോഴും അതൊരു വാഹനമാകാം, ടെൻ്റാകാം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാവാം. ഒരു സാമ്പത്തിക മാന്ദ്യം മൂലം എല്ലാം നഷ്ടപ്പെട്ട ഫേൺ എന്ന സ്ത്രീ തൻ്റെ ചെറിയ വാനിലാണ് താമസം. അവരുടെ ജീവിതമാണ് സിനിമയുടെ കഥ. കൂടാതെ ഇതേപോലെ ജീവിക്കുന്ന ഒട്ടനേകം ആളുകളുടെ കഥയും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ജീവിതം തിരഞ്ഞെടുക്കാൻ പലർക്കും പല കാരണങ്ങൾ. ഈ ജീവിത രീതിക്ക് ഇപ്പോൾ ലോകത്ത് പ്രിയം ഏറി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടിപ്പിക്കൽ ട്രാവൽ മൂവി അല്ലാഞ്ഞിട്ടും ഈ സിനിമ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഏറിവരുന്ന ജീവിതച്ചെലവും ഇഷ്ടമില്ലാത്ത ഒരേ ജോലി തന്നെ എന്നും ചെയ്ത് ജീവിക്കാൻ താല്പര്യമില്ലാമെങ്കിലും അതേസമയം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് യാത്ര ചെയ്യണം എന്ന ആഗ്രഹവും എല്ലാം ഇപ്പോഴത്തെ യുവാക്കളെ ഈ ജീവിത രീതിയിലേക്ക് മാറാൻ ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുമുണ്ട്. എല്ലാം സിനിമ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അവസാനത്തെ സിനിമ പറയുന്നതിന് മുമ്പ് ബോണസ് സിനിമകൾ. ടോക്കിയോ നഗരത്തിൻ്റെ ഭംഗിയും വേറിട്ട പ്രണയവും പറയുന്ന ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ. ഇന്ത്യയിലെ ആത്മീയ യാത്രയ്ക്ക് വരുന്ന 3 അമേരിക്കൻ സഹോദരങ്ങളുടെ കഥ പറയുന്ന കോമഡി മൂവി ദ ഡാർജിലിംഗ് ലിമിറ്റഡ്. ഒരു മിഡിൽ ക്ലാസ് എക്സെൻട്രിക് ഫാമിലിയുടെ റോഡ് ട്രിപ്പ് കഥ പറയുന്ന കോമഡി മൂവി ലിറ്റിൽ മിസ് സൺഷൈൻ. ആഫ്രിക്കയുടെ വന്യതയിൽ പ്രണയത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ പറയുന്ന ക്ലാസിക് സിനിമ ഔട്ട് ഓഫ് ആഫ്രിക്ക. ഹിന്ദിയിലെ ഒരു നല്ല ട്രാവൽ സിനിമ ജിന്ദഗി ന മിലേഗി ദുബാര. അവസാനത്തെ സിനിമ മെച്ചപ്പെട്ട ജീവിതം തേടി യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ കഥ പറയുന്ന സിം നോംബ്രയാണ്. മെക്സിക്കോയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അമേരിക്കയിലെത്തിയാൽ നല്ലൊരു ജീവിതം ലഭിക്കുമെന്ന് കരുതി ഒരുപാട് പേർ ഇല്ലീഗലായി അങ്ങോട്ട് ചേക്കേറുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോകുന്ന ട്രെയിനിൽ ഇല്ലീഗലായി ഒരുപാട് പേർ തങ്ങളുടെ ജീവൻ പണയം വെച്ച് അമേരിക്കൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ട്രെയിനിൽ സേറ എന്ന പെൺകുട്ടി അവളുടെ ഫാമിലിയോടൊത്ത് യാത്ര ചെയ്യുന്നു. കൂടെ അവരെ കൊള്ളയടിക്കാൻ ഒരു ഗ്യാങ് കയറിയിട്ടുണ്ട്. അതിൽ കാസ്പർ എന്ന പയ്യനുമുണ്ട്. അവരുടെ യാത്രയിൽ നടക്കുന്ന തീവ്ര നിമിഷങ്ങളാണ് സിനിമയിൽ. മെക്സിക്കൻ കുടിയേറ്റത്തിൻ്റെ കാര്യകാരണങ്ങളും പ്രണയവും എല്ലാം സിനിമയിലുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞാലും ഉടനെയൊന്നും ഇവരുടെ ജീവിതം മനസ്സിൽ നിന്നുമായില്ല. ശക്തമായ പ്രമേയമുള്ള സിനിമകൾ ഇഷ്ടമുള്ളവർ ഈ സിനിമ നിർബന്ധമായും കാണുക. നിങ്ങളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ച സിനിമകൾ കമൻറ്റ് ചെയ്യുക. ഓരോ ചെറിയ യാത്രയും ആസ്വദിക്കുക.